മാന്നാർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കുരട്ടിക്കാട് ഓംകാറിൽ വി.കെ. ശ്രീദേവിയമ്മ ആത്മഹത്യ ചെയ്തത് സാമ്പത്തിക തട്ടിപ്പ് കൂടാതെ ഈ സംഘത്തിന്റെ ഭീഷണി കൂടി മൂലമാണെന്ന് ബന്ധുക്കളുടെ ആരോപണം. ഈ സംഘം പലതവണയായി 65 ലക്ഷത്തോളം രൂപ ശ്രീദേവിയമ്മയിൽ നിന്നും തട്ടിയെടുത്തതായി ബന്ധുക്കൾ പറയുന്നു. ഞായറാഴ്ചയാണ് ശ്രീദേവിയമ്മ പൂജാമുറിയിൽ തൂങ്ങി മരിച്ചത്. മാന്നാറിലെ മുൻ വനിതാ പഞ്ചായത്ത് അംഗവും മറ്റൊരു സ്ത്രീയും ഉൾപ്പെടുന്ന സംഘമാണ് തട്ടിപ്പ് നടത്തിയത്. മാന്നാർ ചെന്നിത്തല പ്രദേശങ്ങളിൽ നിന്നായി പലരിൽ നിന്നുമായി 3 കോടി രൂപയിലേറെ ഇവർ തട്ടിയെടുത്തിട്ടുള്ളതായാണ് ആരോപണം ഉയർന്നിട്ടുള്ളത്. കേന്ദ്ര പദ്ധതി പ്രകാരം 55 വനിതകൾക്ക് തൊഴിൽ സംരംഭം തുടങ്ങുന്നതിനായി 10 കോടി രൂപ ലഭിക്കുമെന്നും അതിന്റെ പ്രാരംഭ ചെലവുകൾക്കായി കുറച്ചു പണം നൽകി സഹായിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഈ സ്ത്രീകൾ ശ്രീദേവിയമ്മയെ സമീപിച്ചത്. പൊതുവെ സഹായ മനസ്ഥിതിയുള്ള ശ്രീദേവിയമ്മ ഇവർക്ക് പണം നൽകി. പിന്നീട് കൂടുതൽ പണം ആവശ്യപ്പെടുകയും സ്വർണം ഉൾപ്പെടെ വാങ്ങി പണയം വെച്ച് പണം എടുക്കുകയും ചെയ്തു. ഇത് കഴിഞ്ഞ വർഷം ഫെബ്രുവരി മുതലാണ് തട്ടിപ്പ് തുടങ്ങിയത്. ഇവരുടെ കൂട്ടത്തിലുള്ള വിഷ്ണു എന്നയാൾ ബാങ്ക് മാനേജരായും ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥനായും ചമഞ്ഞ് ഫോണിൽ സംസാരിച്ചിരുന്നതായും ബന്ധുക്കൾ പറഞ്ഞു. നമ്മുടെ മാന്നാറിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്നുവരുന്ന വൻ സാമ്പത്തിക തട്ടിപ്പിനിരയായിട്ട് കഴിഞ്ഞ ദിവസം മരണപ്പെട്ട നമ്മുടെ ഏറ്റവും ഈ നാടിന് തന്നെ പ്രിയങ്കരിയായിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീദേവിയമ്മ. ഈ സാമ്പത്തിക തട്ടിപ്പ് സംഘത്തിൻ്റെ വലിയ ക്രൂരമായ അവരുടെ തട്ടിപ്പിനിരയായിട്ട് ഏതാണ്ട് വലിയൊരു തുക, ലക്ഷക്കണക്കിന് തുക അവരിൽ നിന്ന് അവർ തട്ടിയെടുക്കുകയുണ്ടായി. ഭീഷണിയുടെയും ഒരുപാട് സ്വരങ്ങൾ വന്നതിന് ശേഷമാണ് അവർക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നത്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള മുഴുവൻ തട്ടിപ്പ് സംഘത്തെയും അറസ്റ്റ് ചെയ്തുകൊണ്ട് ഈ നാടിൻ്റെ സമാധാനമായൊരു ജീവിതം സാധാരണപ്പെട്ട ജനങ്ങൾക്ക് നൽകണമെന്നാണ് ഈ നാട്ടുകാരുടെ നിലയിൽ എനിക്ക് ആവശ്യപ്പെടാറുള്ളത്. പണം തിരികെ ചോദിക്കുമ്പോൾ പിന്നീട് ഭീഷണിയുടെ സ്വരമായി. ഇത് സംബന്ധിച്ച് ശ്രീദേവിയമ്മ മാന്നാർ പോലീസിൽ പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. പിന്നീട് കോടതിയിലും കേസ് ഫയൽ ചെയ്തു. മാന്നാർ പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ല എന്ന് ഇവർ ഏതാനും ദിവസം മുമ്പ് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയതിനെ തുടർന്ന് അന്വേഷണം വിയ്യപുരം പോലീസ് ഇൻസ്പെക്ടർക്ക് കൈമാറിയിരുന്നു. ശ്രീദേവിയമ്മ മുഖേന പലരിൽ നിന്നായി സംഘം പണം വാങ്ങിയിരുന്നു. താൻ കബളിപ്പിക്കപ്പെട്ടുവെന്നറിഞ്ഞ ശ്രീദേവിയമ്മ സ്വന്തം വീട് വിറ്റ് വാങ്ങിയവരുടെ കടം വീട്ടി. എന്നാൽ തട്ടിപ്പ് സംഘം വാദി പ്രതിയാകും എന്ന് പലതവണ ശ്രീദേവിയമ്മയെ ഭീഷണിപ്പെടുത്തിയിരുന്നതായി ബന്ധുക്കൾ പറഞ്ഞു. ഈ ഭയത്തിലാണ് ഇവർ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തതെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. കഴിഞ്ഞ മെയ് മാസത്തിൽ കുരട്ടിക്കാട്ടിൽ ഇവരുടെ തട്ടിപ്പിനിരയായ വീട്ടമ്മ ആത്മഹത്യ ചെയ്തിരുന്നു. ഇവരുടെ വസ്തുവിന്റെ ആധാരം വാങ്ങി പണയം വെച്ച് സംഘം പണം തട്ടിയിരുന്നു. ഭർത്താവിന്റെ ചികിത്സയ്ക്ക് പണം തിരികെ ചോദിച്ചപ്പോൾ നൽകിയില്ല. ഗുരുതരാവസ്ഥയിലായിരുന്ന ഭർത്താവ് ചികിത്സ കിട്ടാതെ മരിച്ചതിനെ തുടർന്നാണ് വീട്ടമ്മ ആത്മഹത്യ ചെയ്തത്. ഈ സംഘത്തിന്റെ തട്ടിപ്പുകൾക്കെതിരെ നിരവധി പരാതികൾ ലഭിച്ചിട്ടും പോലീസ് അന്വേഷണം ഉണ്ടാകുന്നില്ലെന്ന് ആക്ഷേപമുണ്ട്. ന്യൂസ് ബ്യൂറോ, മാന്നാർ.